എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. എല്ലാവരും +1 പരീക്ഷയെ നേരിടാൻ വേണ്ടി തയ്യാറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം 2 എക്സാമുകളാണ് ഞാൻ ഇന്ന് നമ്മുടെ ചാനലിൽ ഇടാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ അടുത്ത ടെസ്റ്റ് ഞാൻ അതിനെ സീരീസ് ടെസ്റ്റ് 1 എന്ന് 2 എന്ന് വിളിക്കാം. അപ്പോൾ രണ്ടും 1.5 മണിക്കൂറിൻ്റെ ടെസ്റ്റാണ്. 40 മാർക്കിൻ്റെതാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. അപ്പം അതിൽ കൂൾ ഓഫ് ടൈം എടുക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ 40 മാർക്കിനുള്ള എക്സ്ട്രാ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. പക്ഷേ 40 മാർക്കിനുള്ള എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾ ഓൾറെഡി 2 ടെക്സ്റ്റ് ബുക്കുകളും ഒരു റൗണ്ടെങ്കിലും പഠിച്ചു തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിഞ്ഞവർ ഈ ടെസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ട് എഴുതാൻ പറ്റുന്നില്ല, ടഫാണോ, അങ്ങനെ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ തോന്നുന്നവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നോക്കുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് തന്നിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ അറിയുമെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ബുക്ക് നോക്കിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക. അത്രയെങ്കിലും ചെയ്യണം. എന്താ വെച്ചാൽ ഇതേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരാൻ ഒരു 99% ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു ഡൈവേർഷൻസ് ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരുന്നത്. അപ്പം അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇത് ശരിക്കുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പം ജനറൽ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? ദർ ഈസ് എ കൂൾ ഓഫ് ടൈം ഓഫ് 15 minutes ഇൻ അഡീഷൻ ടു മാക്സിമം റൈറ്റിംഗ് ടൈം. അതായത് ഇപ്പോൾ 1.5 മണിക്കൂറാണ് നമുക്ക് ടൈം എക്സാം റൈറ്റിംഗ് ടൈം തന്നിരിക്കണമെങ്കിൽ 15 minutes കൂൾ ഓഫ് ടൈം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതായത് ആ സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. ആൻസർ എഴുതാൻ തുടങ്ങാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് ഏതൊക്കെ എഴുതാമെന്ന് തീരുമാനിക്കാൻ ആ സമയം നന്നായി യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ റീഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ബിഫോർ ആൻസറിങ്. കാൽക്കുലേഷൻസ്, ഫിഗേഴ്സ്, ഗ്രാഫ്സ് ഷുഡ് ബി ഷോൺ ഇൻ ദ ആൻസർ ഷീറ്റ് ഇറ്റ് സെൽഫ്. യു ക്യാൻ റൈറ്റ് എനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫുള്ളി ഓർ പാർഷ്യലി ടു ഗെറ്റ് എ മാക്സിമം സ്കോർ ഓഫ് 40. നല്ലൊരു ഓപ്ഷനാണത്. നിങ്ങൾക്ക് എത്ര എഴുതിയാലും നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടാനുള്ളത് എത്ര വേണമെങ്കിലും ഇതിനകത്ത് നിന്ന് എഴുതാൻ പറ്റും. ഇലക്ട്രോണിക് ഡിവൈസസ് എക്സെപ്റ്റ് നോൺ പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റേഴ്സ് ആർ നോട്ട് അലൗഡ് ഇൻ ദ എക്സാമിനേഷൻ. ഇതൊക്കെയാണ് ജനറൽ ഇൻസ്ട്രക്ഷൻ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എഴുതുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എഴുതാൻ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളവർ ബുക്ക് നോക്കി ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് അയച്ചു തരണം. ഓക്കെ, എനിക്ക് അയച്ചു തന്നിട്ട് എനിക്ക് അയച്ചു തരുന്ന കുട്ടികൾക്ക് ഞാൻ ആൻസർ കീ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇനി ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് 1 to 4 ക്യാരീസ് 1 സ്കോർ. അതായത് 1 മാർക്ക് ഈസി ആയിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഡാഷ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ഹീറ്റ്, വർക്ക് ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് ദെയർ റിലേഷൻ ടു എനർജി, റേഡിയേഷൻ ആൻഡ് physical properties of matter. Question number 2, 1 Fermi equals dash meters. എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കും, 1 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. What does the speedometer of the car measure? Question 4, the value of acceleration due to gravity is maximum at the dash. Questions from 5 to 8 carries 2 score. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണുന്ന മുഴുവൻ. Using the principle of homogeneity of equations, check whether the equation is correct. T equals 2 pi root of g by L, where T is time, g is acceleration due to gravity, L is the length of the pendulum. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്, ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ 6, രമ്യ സ്റ്റാൻഡ്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ ടേൺ ടേബിൾ വിത്ത് ഹെർ 2 arms outstretched. The table with an angular speed of 40 revolutions per minute. What will happen to the moment of inertia if she folds her hands back? If the angular speed is increased to 100 revolutions per minute, what will be the new moment of inertia? നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ സൈൻ ഓഫ് വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ്. അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 വർക്കാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ 7. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ഡൺ ബൈ എ മാൻ ഇൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് വെൽ. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിംഗ് ഡൗൺ എൻ ഇൻക്ലൈൻ പ്ലെയിൻ.
Work done by applied force on a body moving on a rough horizontal surface. Work done by the resistive force of air on a vibrating pendulum. ഈ 4 കേസിലും ഇതിൻ്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇനി സീറോ വർക്ക് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് എഴുതാം. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ ഏതാണെന്ന് നോക്കുക, ആൻസർ എഴുതുക. ഓക്കെ. A ball is projected with a velocity of 30 meter per second. Find the maximum range. Direct question. G value 10 ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു, 10 meter per second square. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, കാൽക്കുലേഷൻ എറർ ഒന്നും വരാതെ നോക്കുക. ഇനി ക്വസ്റ്റ്യൻ 9 to 12 carries 3 score. The correctness of equations can be checked using the principle of homogeneity. State the principle of homogeneity. Using this principle, check whether the following equation is dimensionally correct. So, equation തന്നിരിക്കുന്ന half mv equals mgh. half mv equals mgh dimensionally correct ആണോ അല്ലയോ എന്ന് നോക്കുക. Where m is mass of the body, v is velocity, g acceleration due to gravity, and h is the height. എല്ലാം തന്നിട്ടുണ്ട്. Question number 10. When brakes are applied on a moving vehicle, it stops after traveling a distance. The distance is called stopping distance. Derive an expression for stopping distance in terms of initial velocity and retardation. If the initial speed is doubled, keeping the retardation same, by how much will the stopping distance change? Question 11. Give the expression to find the unit vector of a given vector A. അതിൻ്റെ എക്സ്പ്രഷൻ ഡയറക്റ്റ് എഴുതിയാൽ മതി. Find the unit vector of vector A is equal to 4i minus 3j plus k. അപ്പോൾ യൂണിറ്റ് വെക്ടർ കാണാനുള്ള മെത്തേഡ് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ എക്സ്പ്രഷൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതിന് ഒരു മാർക്ക് ആയിരിക്കും. പിന്നെ ഇവിടെ ഇതിൻ്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. ഇവിടെ ഗിവ് എക്സ്പ്രഷൻ എന്നേ പറയുള്ളൂ, മറ്റത് നമ്മൾ എക്സ്പ്രഷൻ എഴുതണം, ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനവിടെ 2 മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 12. A light bullet fired from a heavy gun. Choose the correct. അപ്പം ലൈറ്റ് ബുള്ളറ്റ് ഹെവി ഗണ്ണെന്ന് ഫയർ ചെയ്തു. അപ്പം അതിന്ന് കറക്റ്റായിട്ടുള്ള ആൻസർ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. എന്താ പറയുക, 3 മാർക്കാണ് എല്ലാം കൂടിയിട്ട്. അപ്പം കറക്റ്റ് സ്പീഡ് ഓഫ് ദ ഗൺ ആൻഡ് ദ ബുള്ളറ്റ് ആർ ഈക്വൽ. Momenta of the bullet and the gun are equal in magnitude and opposite in direction. Momenta of the bullet and gun are equal in magnitude and in the same direction. Velocity of the gun and bullet are equal. അപ്പം ഈ 4 ഓപ്ഷൻ തന്നതിന് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന് പറയാം. അതിൻ്റെ തന്നെ അടുത്ത പാർട്ടാണ് എന്ത്? ബൈ യൂസിങ് സ്യൂട്ടബിൾ കൺസർവേഷൻ ലോ ഇൻ ഫിസിക്സ് പ്രൂവ് യുവർ എബവ് ആൻസർ. അതായത് നമ്മുടെ ഗണ്ണിന്ന് ബുള്ളറ്റ് വിടുമ്പോഴുള്ള അതിൻ്റെ നമ്മൾ പഠിച്ചതാണ് നമ്മൾ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ. അപ്പം ഏത് കൺസർവേഷൻ ലോ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. അപ്പം അത് എഴുതുക. ഓക്കെ, 3 മാർക്കാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് എഴുതുക. ഒരുപാട് വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളത് മാത്രം എഴുതുക. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ 13 to 16. അതിന് 4 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് 4 16 മാർക്ക് ഇവിടെ നിന്ന് തന്നെ സ്കോർ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ for moment of inertia of a disk passing through its center of mass and perpendicular to the disk. ഒരുപാട് ഇക്വേഷൻസ് ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് ഡിസ്ക് പാസിംഗ് ത്രൂ ഇറ്റ് സെൻറ്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ഡിസ്ക്. ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഡിസ്ക് ടാൻജൻഷ്യൽ ടു ദ സർഫസ് ആൻഡ് പാരലൽ ടു ദ ഡിസ്ക്. അപ്പോൾ ഡിസ്കിൻ്റെ തന്നെയാണ് 2 ക്വസ്റ്റ്യനും 2 മാർക്കായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ആവും. അപ്പം 14th question. An object is dropped from a height h. Show that total energy is conserved at the points A, B and C. Conservation of energy വർക്ക് എനർജീൻ്റെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. നിങ്ങൾ ചെയ്യാത്തവർ ക്ലാസ് ഉണ്ട്, ഞാൻ എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കാണാത്ത എല്ലാ ചാപ്റ്ററും ഒന്ന് വീഡിയോ ഒക്കെ കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും, ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസിൻ്റെ. Question 15. An object moving along a straight line covers equal distances in equal intervals of time.
It is said to be in uniform motion along a straight line. അപ്പോൾ അത് യൂണിഫോം മോഷനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ വരുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ ഈസ് ഡാഷ്. അപ്പോൾ ഈ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ. എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ് ആണോ, എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ പൊസിഷൻ ആക്സിസ് ആണോ, എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ദ ടൈം ആക്സിസ് ആണോ. ഇൻക്ലൈൻ ടു ദ ടൈം ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനിൽ നിന്ന് വെച്ചിട്ട് ചെരിച്ചിട്ട് വരക്കാറില്ലേ ഒരു സ്ലോപ്പിൽ, അത് പരാബോള. ഇതാണോ ഈ 4 ഓപ്ഷനിൽ ഏതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ? ഓക്കെ, ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിറൈവ് ദ റിലേഷൻ എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഡിറൈവ്, അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫ് വെച്ചിട്ട് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്, എന്താണ്, ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഡെറിവേഷൻസ്. ഇവിടെ ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യനും ഇല്ല. ഇതൊരു സ്കൂളിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതാണ് ഞാൻ പറയുന്നത്, ഇത് അത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഇതെങ്കിലും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, Question 16. The value of acceleration due to gravity is same for all objects at a given place. Derive an equation for acceleration due to gravity in terms of radius and mass of the earth. Arrive at mathematical expressions for variation of g below and above the surface of the earth. Sure question. Okay. Adutha question, adutha set, last set. Question 17 and 18, 5 mark each. Okay. Question 17. To reduce friction and accident by skidding, the roads are banked at curves. What is meant by banking of roads? Sketch the schematic diagram of a vehicle on a banked road with friction and mark the various forces. Banked roadilla ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വെഹിക്കിൾ വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, പക്ഷേ അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് വെച്ചാൽ എല്ലാ ഫോഴ്സും, ഫ്രീ ബോഡി ഡയഗ്രാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ 3 അത് തന്നെ, ABC. ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ. എൻ്റെ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പം ഇതറിയാത്തവർ അത് കാണുക. ഇനി ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. അറിയുന്നവർ എഴുതി നോക്കുക, കറക്റ്റാണോ എന്ന് കമ്പയർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പഠിക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്രൊജക്ടൈൽ ഈസ് എ ബോഡി ദാറ്റ് ഈസ് ഗിവൺ an initial velocity and then follows a path determined entirely by the effects of gravitational acceleration and air resistance. The path of a projectile is, ഈ പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ ചോദിക്കാം ട്രാജക്ടറി എന്ന് ചോദിക്കാം. അത് കേട്ടിട്ട് ട്രാജക്ടറി എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പോരുത്. ട്രാജക്ടറി എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ. ആ പ്രൊജക്റ്റിൽ പോകുന്ന വഴിയാണ് എന്ത് ട്രാജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ദ പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ ഈസ് എന്താണെന്ന് എഴുതുക. അതേപോലെ അതിൽ ദ സ്ട്രെയിറ്റ് ലൈൻ, പരാബോള, സർക്കിൾ, സെമി സർക്കിൾ, ഇത്രയും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ B. Derive an expression for time to reach maximum height and hence the time of flight of a projectile. Easiest derivation in 11th എന്ന് പറയാം. ഇതൊക്കെ ഈ പ്രൊജക്റ്റൈലിൻ്റെ ഡെറിവേഷൻസ് അത് ചെയ്യുക. എ ബേസ്ബോൾ ലീവ്സ് എ ബാറ്റ് വിത്ത് an initial speed of 37 meter per second at an angle of 53.1 degree. Find the position of ball when t is equal to 2 seconds. Treat baseball as a projectile and g equals 9.8 meter per second square. Okay, this second square ആണ്. അപ്പം ബേസ്ബോൾ ലീവ്സ് എ ബാറ്റ് വിത്ത് എൻ ഇനീഷ്യൽ സ്പീഡ്, ആംഗിൾ തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്, പൊസിഷൻ ഓഫ് ദ ബോൾ വെൻ ടി ഈക്വൽസ് 2 seconds. അപ്പം ആ പ്രൊജക്റ്റൈലിൻ്റെ ഇക്വേഷൻ ഏതാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ചു എന്ന് കോൺഫിഡൻസ്, ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചു എന്ന് കോൺഫിഡൻസ് ഉള്ളവർ എക്സാമായിട്ട് തന്നെ ഈ 1.5 മണിക്കൂറിൽ എഴുതി നോക്കുക. എന്നിട്ട് ആൻസർ ഷീറ്റ് അയച്ചു തരിക. ഓക്കെ, ആൻസർ ഷീറ്റ് അയച്ചു തരേണ്ട മെയിൽ ID ഞാനിവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ sudharmasphysicsclassroom@gmail.com. ഓക്കെ, അപ്പം sudharmasphysicsclassroom@gmail.com എന്നുള്ള മെയിൽ ID യിലേക്ക് അയച്ചു തരിക.
അപ്പം മെയിൽ ഐ ഡിയിൽ അയച്ചു തന്നാൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. അയച്ചു തന്ന കുട്ടികൾക്കൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് തരും. അപ്പം ഒരു 3 ഡേയ്സിനുള്ളിൽ, ഓക്കെ, 3 ദിവസത്തിനുള്ളിൽ. നിങ്ങൾക്കറിയാം മോഡൽ എക്സാം തുടങ്ങുകയാണ്. അപ്പം വേറെ ഇനി സമയമൊന്നുമില്ല. പറ്റുന്നവർ ഇന്ന് തന്നെ എഴുതി അയച്ചു തരിക. അപ്പം ഞാൻ കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കീയും അയച്ചു തരാം. ഓക്കെ, അപ്പം അറിയാത്ത കുട്ടികൾ ബുക്ക് നോക്കിയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ സീരീസ് ടെസ്റ്റ് 2 അത് ഞാൻ നാളെ തന്നെ ഇടുന്നതായിരിക്കും. നമുക്ക് വേറെ സമയമില്ല ഇനി അധികം. അപ്പം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ കാണിച്ച ക്വസ്റ്റ്യൻസൊക്കെ ഷുവറാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നോക്കിക്കോളൂ, ഇതൊക്കെ ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പം അടുത്ത 2ാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് അടുത്ത സീരീസ് ടെസ്റ്റിലുള്ളത്, അതായത് സീരീസ് ടെസ്റ്റ് 2-ൽ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ക്ലാസ് ഇത് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. അതേപോലെ തന്നെ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ റെഗുലറായിട്ട് വരും. നിങ്ങളുടെ +1 എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പം എക്സാം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം എക്സാമൊക്കെ നടക്കാൻ പോവാണ്. +2ൻ്റെ കാര്യത്തിൽ അത് വരരുത്. അപ്പം റെഗുലറായിട്ട് ആഴ്ചയിൽ 3 ക്ലാസ്സാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. റെഗുലറായിട്ട് നമുക്ക് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് റെഗുലറായിട്ട് കേട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക. നിങ്ങളെ എക്സാം കഴിഞ്ഞിട്ട് +1 എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ അടുത്ത വീക്ക് തന്നെ എക്സാം കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് തന്നെ +2ൻ്റെ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരില്ല. ഓക്കെ, അപ്പം അടുത്തത് എത്രയും പെട്ടെന്ന് തന്നെ 2ാമത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ടെസ്റ്റുമായിട്ട് വരാം. താങ്ക് യു.